Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യമേ തന്നെ എല്ലാവർക്കും പന്തക്കുസ്ത തിരുനാളിൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. കഴിഞ്ഞ 50 ദിവസങ്ങളായിട്ട് ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ ദിവസം മുതൽ ഇന്ന് വരെ മഹത്വീകൃതനായ മിശിഹായുടെ ചിത്രങ്ങളായിരുന്നു നമ്മുടെ മനസ്സിൽ ധ്യാന വിഷയമായിരുന്നത്. മിശിഹായുടെ പെസഹാ രഹസ്യത്തിൻ്റെ പൂർണ്ണത യഥാർത്ഥത്തിൽ റൂഹായുടെ ആഗമനത്തിൽ നടക്കുന്ന പന്തക്കുസ്ത തിരുനാളോടുകൂടിയാണ്. ഈശോയുടെ സഹനമരണോത്ഥാനങ്ങളിലൂടെ അവിടുന്ന് സാധിച്ച ആ രക്ഷയുടെ ഫലം നമുക്ക് ലഭിച്ചു തുടങ്ങുന്നത് റൂഹായുടെ വരവോടുകൂടിയാണ്, റൂഹായുടെ ദാനങ്ങളിലൂടെയാണ്, റൂഹ പ്രവർത്തിക്കുന്ന തിരുസഭയിലെ കൂദാശകളിലൂടെയാണ്. പന്തക്കുസ്ത എന്ന ഗ്രീക്ക് വാക്കിന്റെ മൂലാർത്ഥം തന്നെ 50-ാമത്തേതെന്നാണ്. 50-ാമത്തെ ദിവസം പെന്തക്കോസ്റ്റെ ഹേമറ എന്ന ആ പദത്തിന്റെ ലോപിച്ച അതിന്റെ ആദ്യ ഭാഗം പെന്തക്കോസ്റ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ 50-ാമത്തെ ദിവസം നമ്മെ സംബന്ധിച്ച്, ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ച് ഈശോയുടെ ഉത്ഥാനത്തിന്റെ 50-ാം ദിവസം നമ്മൾ ആഘോഷിക്കുന്ന തിരുനാളാണ് പന്തക്കുസ്ത. പക്ഷെ ഇതിന് ഒരു പഴയ നിയമ പശ്ചാത്തലമുണ്ട്. പഴയ നിയമ ദൈവജനമായ ഇസ്രായേലിന്റെ ജീവിതത്തിലും പന്തക്കുസ്ത തിരുനാൾ ഉണ്ടായിരുന്നു. അവർക്ക് യഹൂദർക്കുണ്ടായിരുന്ന 3 മുഖ്യ തിരുനാളുകളിൽ ഒന്ന് പന്തക്കുസ്തയായിരുന്നു. പെസഹായോടും കൂടാര തിരുനാളിനോടും കൂടെ പന്തക്കുസ്ത തിരുനാളിലും യഹൂദര് സജീവമായി പങ്കെടുത്തിരുന്നു. യഹൂദ ജനതയെ, ഇസ്രായേൽ ജനതയെ സംബന്ധിച്ച് പന്തക്കുസ്ത മെസ്രയനിൽ നിന്നുള്ള പുറപ്പാടിന്റെ 50-ാം ദിവസം സീനാമലയിൽ വെച്ച് നടന്ന ഉടമ്പടിയുടെയും ഉടമ്പടി വ്യവസ്ഥകളായ ദൈവം അവർക്ക് ദാനമായി നൽകിയ തോറ, ആ 10 കൽപ്പനകളുടെ അനുസ്മരണമായിരുന്നു. അപ്പോൾ ഉടമ്പടിയും അതിൻ്റെ ഫലമായിരുന്ന ദാനമായിരുന്ന തോറായുമായിരുന്നു യഹൂദരെ സംബന്ധിച്ച് പന്തക്കുസ്ത തിരുനാളിൻ്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രവും ധ്യാന വിഷയവും. പുതിയ നിയമ ദൈവജനമായ നമ്മെ സംബന്ധിച്ച് ഈശോയുടെ സഹനമരണോത്ഥാനങ്ങൾക്ക് 50-ാം ദിവസം റൂഹായുടെ ആഗമനത്തോടുകൂടി ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെടുകയാണ്. ഒരു പുതിയ തോറ, ഒരു പുതിയ ദാനം നമുക്ക് ലഭിക്കുകയാണ്, റൂഹായാകുന്ന ദാനം. പഴയ നിയമത്തിൽ തോറായിലൂടെ 10 കൽപ്പനകളിലൂടെ, നിയമത്തിലൂടെ ദൈവം നൽകിയത് ഇന്ന് മനുഷ്യർക്ക് നൽകപ്പെടുന്നത് റൂഹായിലൂടെയാണ്. പെസഹാ രഹസ്യത്തിൻ്റെ പൂർണ്ണത മിശിഹായുടെ തന്നെ അരൂപിയായ റൂഹായുടെ ആഗമനത്തോടുകൂടിയാണെന്ന് പറയാൻ സാധിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷ വ്യാഖ്യാതാക്കൾ പറയുന്നത് റൂഹ മിശിഹായുടെ അസാന്നിധ്യത്തിന്റെ പകരമായിട്ടുള്ള സാന്നിധ്യമാണ്. സ്പിരിറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ദി ആബ്സെന്റ് ക്രൈസ്റ്റ് എന്നാണ് യോഹന്നാന്റെ സുവിശേഷ വ്യാഖ്യാതാക്കൾ പറയുക. മിശിഹ കർത്താവാണ് എന്ന് പറയാൻ ഒരു വിശ്വാസിയെ പ്രാപ്തനാക്കുന്നത് റൂഹായാണെന്ന് പൗലോസ്ലീഹ കൊരിന്തോസുകാർക്കുള്ള 1-ാം ലേഖനം 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ. റൂഹായാണ് ഒരുവനെ പ്രാപ്തനാക്കുന്നത്, മിശിഹ ദൈവമാണ്, കർത്താവാണെന്ന് പറയുക. പരിശുദ്ധ ത്രിത്വത്തിലെ 3 ആളുകളുടെ സംയോജിച്ചുള്ള ഏകദൈവത്തിലുള്ള ഈ 3 വ്യക്തികളുടെ സംയുക്തമായ പദ്ധതിയാണല്ലോ രക്ഷാകര പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ പിതാവായ ദൈവവും പുത്രനായ മിശിഹായും റൂഹായും പരിശുദ്ധ റൂഹായും ഒന്നു ചേർന്ന് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന ആ പദ്ധതിയുടെ ആവിഷ്കാരമാണ്, വെളിപ്പെടുത്തലാണ് നമ്മൾ രക്ഷാകര പദ്ധതിയുടെ നിറവേറലിൽ കാണുന്നത്. അപ്പോൾ മിശിഹായുടെ പെസഹാ രഹസ്യത്തിന്റെ തുടർച്ചയും പൂർത്തിയുമായിട്ട് റൂഹായുടെ ആഗമനത്തെ കാണാൻ സാധിക്കും. പരിശുദ്ധ റൂഹ ആരംഭം മുതൽ തന്നെ, സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ ചരിത്രത്തിൽ, മനുഷ്യ ചരിത്രത്തിൽ, പ്രപഞ്ച ചരിത്രത്തിൽ സന്നിഹിതനാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭത്തിൽ തന്നെ ജലോപരിതലത്തിൽ ചലിച്ചിരുന്ന ആ ദൈവത്തിന്റെ അരൂപി അത് റൂഹായാണ്. ഇന്ന് നമുക്ക് പഴയ നിയമത്തിലെ ആദ്യത്തെ വായന ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്നാണല്ലോ. 2-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ മണ്ണിൽ നിന്ന് ദൈവം മനുഷ്യനെ മെനഞ്ഞിട്ട് അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിച്ചു, ഊതി എന്നാണ് ഗ്രന്ഥകാരൻ പറയുന്നത്. അപ്പോൾ ദൈവം ഊതി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശ്വാസം മനുഷ്യനിലേക്ക് നിക്ഷേപിച്ചു എന്നർത്ഥം. ശ്വാസം എന്ന പദത്തിന് ഹീബ്രു ഭാഷയിൽ റൂവാഹ് എന്ന് പറയും, സുറിയാനി അറമായ ഭാഷയിൽ റൂഹ എന്ന് പറയും.
ഈ കാറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ റൂഹ എന്ന പദത്തിന് അരൂപി എന്ന അർത്ഥവുമുണ്ട്. രണ്ടർത്ഥമുള്ള പദമാണ് റൂഹ അല്ലെങ്കിൽ റൂവാഹ് എന്ന ഹീബ്രു പദം. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവം തൻ്റെ കാറ്റ്, തൻ്റെ ശ്വാസം മനുഷ്യനിലേക്ക് നിക്ഷേപിച്ചപ്പോഴാണ് അവൻ ജീവനുള്ളവനായി തീർന്നത്. എന്ന് പറഞ്ഞാൽ മറ്റ് സൃഷ്ടവസ്തുക്കളിൽ നിന്ന് മനുഷ്യനെ വ്യതിരക്തനാക്കുന്നത്, ഡിസ്റ്റിങ്ക്റ്റ് ആക്കുന്നത് അവനിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ഈ അരൂപിയാണ്, റൂഹായാണ്. അതുതന്നെയാണ് മനുഷ്യാത്മാവിൽ, മനുഷ്യ മനസാക്ഷിയിലെല്ലാം സജീവമായി പ്രവർത്തനനിരതനാകുന്നതും ഈ ദൈവത്തിൻ്റെ അരൂപി തന്നെയാണ്, ദൈവത്തിൻ്റെ റൂഹ തന്നെയാണ്. അപ്പോൾ അവിടെ ആ ഒരു സൃഷ്ടികർമ്മത്തിൽ, ആദ്യത്തെ സൃഷ്ടികർമ്മത്തിൽ സന്നിഹിതനായിരിക്കുന്ന, സജീവമായി സന്നിഹിതനായിരിക്കുന്ന റൂഹ തന്നെയാണ് പിതാവിനോടും വചനമായ മിശിഹായോടും ചേർന്ന് സജീവനായി സന്നിഹിതനായിരിക്കുന്ന റൂഹ തന്നെയാണ് പിന്നീട് പുതിയ സൃഷ്ടിയാകുന്ന, പുതിയ ഒരു ജനനം നടക്കുന്ന, പുതിയൊരു ക്രിയേഷൻ നടക്കുന്ന പന്തക്കുസ്താ ദിനത്തിൽ നൽകപ്പെടുന്നത്. ഇവിടെയും യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണല്ലോ പുതിയ നിയമ വായനയിൽ അവസാനത്തേത്. അവിടെ 20-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഉദ്ധിതനായ മിശിഹ ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ടാണ് അവരോട് പറയുന്നത്, നിങ്ങൾ പരിശുദ്ധാരൂപിയെ സ്വീകരിക്കുമെന്ന്. ഉൽപ്പത്തി 2:7 പിതാവായ ദൈവം, സൃഷ്ടാവായ ദൈവം ചെയ്ത അതേ കാര്യം തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഉദ്ധിതനായ മിശിഹ ചെയ്യുന്നത്. ശിഷ്യന്മാരുടെ മേൽ അവിടുന്ന് നിശ്വസിക്കുകയാണ്, ഊതുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റൂഹായെ സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ റൂഹ അത് ദൈവത്തിൻ്റെ കാറ്റാണ്, ദൈവത്തിൻ്റെ അരൂപിയാണ്. അതുകൊണ്ട് തന്നെയാണ് പഴയ നിയമത്തിലെ ആദ്യത്തെ വായന ഈ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്നായിരിക്കുന്നത്. പഴയ നിയമത്തിലെ 2-ാമത്തെ വായനയിൽ ജോബിൻ്റെ പുസ്തകത്തിലും ജോബിന് പറയാനുള്ളത് ഇവർ തന്നെയാണ്. ദൈവത്തിൻ്റെ ശ്വാസത്താലാണ് ഞാൻ ഉണ്ടായത്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ശ്വാസത്താലാണ്. മനുഷ്യനെ മനുഷ്യനാക്കുന്നത്, മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യതിരക്തനും വ്യത്യസ്തനുമാക്കുന്നത് മനുഷ്യനിലുള്ള ദൈവത്തിൻ്റെ ഈ അരൂപിയാണ്, ഈ റൂഹായാണ്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ പർദീസായിൽ നിന്ന് പുറത്താകുമ്പോൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ മനുഷ്യന് നഷ്ടമാകുന്നത്. ഈ റൂഹായെ തിരികെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് പുത്രൻ തമ്പുരാൻ, ദൈവം ആയ പുത്രൻ വചനമായ മിശിഹ മനുഷ്യനാകുന്നതും രക്ഷ സാധിക്കുന്നതുമല്ല. അത് അവിടുന്ന് സാധിച്ചത്, ഈ അരൂപി നൽകാൻ തുടങ്ങിയത് അവിടുത്തെ കുരിശിലെ മഹത്വീകരണത്തിലൂടെയാണ് എന്ന് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങളിൽ കൂടാരത്തിരുന്നാളിന്റെ പശ്ചാത്തലത്തിൽ ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ പക്കൽ വന്ന് കുടിക്കട്ടെ. തിരുലിഖിതം പറയുന്നത് പോലെ എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും എന്ന് ഈശോ പറഞ്ഞതിനെക്കുറിച്ച് യോഹന്നാൻ പറയുന്നത്, അവനത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരുന്ന അരൂപിയെക്കുറിച്ചാണ്. അതുവരെ അരൂപി നൽകപ്പെട്ടിരുന്നില്ല, കാരണം അതുവരെ മിശിഹ മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല എന്ന്. എന്നാൽ അതിന്റെ അർത്ഥം ഈശോയുടെ മഹത്വീകരണം, കുരിശിൽ നടക്കാനിരിക്കുന്ന മഹത്വീകരണത്തിലൂടെ, ആ പെസഹാ രഹസ്യത്തിലൂടെ റൂഹ നൽകപ്പെടും, എല്ലാവർക്കുമായി നൽകപ്പെടും എന്നുള്ളതിന്റെ സൂചനയായിരുന്നു അത്. അത് അക്ഷരാർത്ഥത്തിൽ നിറവേറുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈശോ കുരിശിൽ മരിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യത്തിൽ ഈശോ തലചായിച്ച് ആത്മാവിനെ സമർപ്പിച്ചു എന്ന് യോഹന്നാൻ പറയുമ്പോൾ വാച്യാർത്ഥത്തിൽ തന്റെ മാനുഷിക ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു എന്നുള്ള അർത്ഥം ഉണ്ടായിരിക്കെ തന്നെ താഴെ നിന്നിരുന്ന ശിഷ്യസമൂഹം മുഴുവൻ്റെയും പ്രതിനിധിയായിരുന്ന ആ ശ്രേഷ്ഠ ശിഷ്യന് യോഹന്നാന് അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഈ റൂഹായി അവിടുന്ന് തലചായിച്ച് നൽകിയെന്നാണ് അർത്ഥമെന്നും സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ച അത് അല്പം കൂടി വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ 20-ാം അധ്യായം 22-ാം വാക്യത്തിൽ ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ടാണ് ഈശോ പറയുന്നത് അരൂപിയെ സ്വീകരിക്കുമെന്ന്. ഈ അരൂപിയാണ്, ഈ അരൂപിയെ കാത്തിരിക്കണമെന്ന് ഈശോ സ്വീകരിക്കാൻ വേണ്ടി, ഔദ്യോഗികമായി സ്വീകരിക്കുവാൻ വേണ്ടി, ആധികാരികമായി സ്വീകരിക്കാൻ വേണ്ടി ഓർസലമിൽ തന്നെ കഴിയണമെന്ന് സ്വർഗാരോഹണത്തിന് മുൻപ് ഈശോ ശിഷ്യന്മാർക്ക് കൽപ്പന നൽകുന്നത് ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 49-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ നിറവേറലായിട്ടാണ് നടപടി പുസ്തകം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സംരക്ഷണയിൽ സ്ത്രീഹന്മാരും സ്ത്രീകളും എല്ലാം ഊട്ടുശാലയിൽ പ്രാർത്ഥനാനിരതരായി കാത്തിരുന്നു. എന്തിനു വേണ്ടി? പിതാവിൻ്റെ വാഗ്ദാനം സ്വീകരിക്കാൻ വേണ്ടി, ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയാൽ ധരിപ്പിക്കപ്പെടുവാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങിയിരുന്ന പരിശുദ്ധ അമ്മയുടെയും സ്ത്രീഹന്മാരുടെയും മേലാണല്ലോ പന്തക്കുസ്താ ദിനത്തിൽ 50-ാം ദിവസത്തിൽ റൂഹ വന്നു വസിക്കുന്നത്. ഈ റൂഹ വരുന്ന വിവരണത്തെക്കുറിച്ച് ലൂക്ക വിവരിക്കുമ്പോൾ 2-ാം അധ്യായത്തിൽ അഗ്നിയെയും പുകയെയും കുറിച്ച് പറയുന്നുണ്ട്. ഈ അഗ്നിയും പുകയും സീനാമലയിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ, ആ ഉടമ്പടി ഉറപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യക്ഷപ്പെട്ടപ്പോൾ കാണപ്പെട്ട അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ അഗ്നിയും പുകയും നമുക്കറിയാം. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 18-ാം വാക്യത്തിൽ
ദൈവം ഈ ഉടമ്പടി സ്ഥാപിക്കുന്നതിനായിട്ട് മോശയുടെ പക്കലേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ അടയാളങ്ങൾ തന്നെയാണ് ദൈവം സ്വീകരിക്കുന്നത്. അവിടെ ആ ഉടമ്പടിയുടെ സാന്നിധ്യത്തിലുണ്ടായിരുന്ന ദൈവം തന്നെയാണ് ഇവിടെയും സന്നിഹിതനാകുന്നതെന്ന് ദൈവം സ്വയം വെളിപ്പെടുത്തുന്നു. അതാണല്ലോ ദൈവിക വെളിപ്പെടുത്തലിന്റെ മാധ്യമങ്ങളായിരുന്നു അതല്ല. എന്തിനു വേണ്ടി വെളിപ്പെടുത്തുന്നു? ദൈവം സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് മനുഷ്യനോട് ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ്. എന്തായിരുന്നു ഉടമ്പടി? മനുഷ്യൻ ഈ 10 കൽപ്പനകൾ പാലിക്കുന്നെങ്കിൽ, ഈ 10 വാക്കുകൾ പാലിക്കുന്നെങ്കിൽ ദൈവമായ കർത്താവ് ഇസ്രായേലിന്റെ ദൈവമായിരിക്കും, ഇസ്രായേലിനെ സ്വന്തം ജനമായി സ്വീകരിക്കും, നിങ്ങൾ എൻ്റെ സ്വന്തം ജനമായിരിക്കുകയും ചെയ്യുമെന്നാണ് ദൈവം പറഞ്ഞത്. പക്ഷെ ഇസ്രായേൽ ജനം ഈ ഉടമ്പടിയോട് വിശ്വസത പുലർത്തിയില്ല. അതുകൊണ്ടാണ് ജെറമിയ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞത്, പഴയതുപോലെ അല്ലാത്തൊരു പുതിയ ഉടമ്പടി ഞാൻ എൻ്റെ ജനവുമായിട്ട് സ്ഥാപിക്കും. ജെറമിയയുടെ പുസ്തകം 31 അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവിടുന്ന് ആ ഉടമ്പടി അവർ ലംഘിച്ചു. പക്ഷെ എനിക്ക് അവിശ്വസ്തനാകാൻ സാധിക്കുകയില്ല, ഞാൻ എൻ്റെ വാക്കിനോട് വിശ്വസ്തനായിരിക്കും, അതുകൊണ്ടൊരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുമെന്ന് ജെറമിയയിലൂടെ അവിടുന്ന് പറഞ്ഞു. ഈ ഉടമ്പടിയുടെ പ്രത്യേകതകളായിട്ട് അവിടെ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അവരുടെ ഹൃദയത്തിൽ ഞാൻ പ്രമാണങ്ങൾ എഴുതും. പുതിയ പ്രമാണം അവരുടെ ഹൃദയത്തിൽ എഴുതും. ഹൃദയത്തിൽ എഴുതപ്പെടുന്ന ഈ പ്രമാണം പഴയ നിയമത്തിൽ മോശയ്ക്ക് നൽകപ്പെട്ട കൽപ്പലകളിൽ എഴുതപ്പെട്ട തോറായ്ക്ക് സമാനമാണ്. ഹൃദയത്തിൽ എഴുതപ്പെട്ട ഈ പുതിയ പ്രമാണമാണ് പന്തകുസ്തായിൽ ശിഷ്യന്മാർക്ക് ലഭിച്ച പരിശുദ്ധ റൂഹ. പുതിയ ഉടമ്പടിയുടെ ഫലമായിട്ട് ഇനിമേൽ ഞാൻ അവരുടെ പാപം അനുസ്മരിക്കുകയില്ല എന്ന് ദൈവം പറയുന്നതും യെരമ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. പുതിയ ഉടമ്പടി പാപമോചനത്തിനായിട്ടുള്ളതാണല്ലോ. അതാണല്ലോ അന്ത്യത്താഴ്വരയിൽ ഈശോ പറഞ്ഞില്ലേ, കാസ എടുത്തിട്ട് പറഞ്ഞത്, അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന, പാപമോചനത്തിനായി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു ഇതെന്നാണല്ലോ അവിടുന്ന് പറഞ്ഞത്. അപ്പോൾ അത് കാൽവരിയിൽ നിറവേറാനിരുന്ന, കാൽവരിയിൽ ചിന്തപ്പെടാനിരുന്ന, കുരിശിൽ ചിന്തപ്പെടാനിരുന്ന ആ രക്തത്തിന്റെ മുന്നോടിയായിരുന്നല്ലോ, മുൻ അവതരണമായിരുന്നല്ലോ അന്ത്യത്താഴ്വരയിൽ നടന്നത്. അപ്പോൾ ആ പെസഹാ രഹസ്യം മുഴുവനെയും അതിലൂടെയാണ് പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെടാൻ പോകുന്നതെന്ന് ഈശോ വ്യക്തമാക്കുകയായിരുന്നു, അല്ലെങ്കിൽ പ്രവാചകനിലൂടെ ദൈവം വ്യക്തമാക്കുകയായിരുന്നു. പഴയ ഉടമ്പടിയുടെ ഫലമായിട്ടാണ് യാക്കോബിന്റെ മക്കളും മക്കളുടെ മക്കളും ദൈവത്തിന്റെ ജനമായി തീർന്നത്. ഇവിടെ ഇതാ ഒരു പുതിയ സൃഷ്ടി നടക്കുന്നു, പുതിയ ഉടമ്പടി നടക്കുന്നു. പന്തക്കുസ്താ ദിനത്തിൽ, പന്തക്കുസ്തായിൽ പുതിയ ദൈവജനം രൂപം കൊള്ളുകയാണ്, പുതിയ ഉടമ്പടി രൂപം കൊള്ളുകയാണ്. ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ ആ സമൂഹം 3000 പേരാണ് പന്തക്കുസ്താ ദിനത്തിൽ പത്രോസ്ലീഹയുടെ പ്രസംഗം ശ്രവിച്ച് ഈശോയുടെ സഹനമരണോത്ഥാനങ്ങളെക്കുറിച്ചുള്ള പ്രസംഗം കേട്ടിട്ട് ഈശോയിൽ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ പഴയ ഉടമ്പടിയുടെ സ്ഥാനത്ത് പുതിയ ഉടമ്പടി വരുന്നു, പഴയ ദൈവജനത്തിന്റെ സ്ഥാനത്ത് പുതിയ ദൈവജനം വരുന്നു, പഴയ തോറായുടെ സ്ഥാനത്ത് പുതിയ ദൈവത്തിന്റെ ദാനമായ റൂഹ വരുന്നു. പാപമോചനം പൂർണ്ണമായിട്ട് ഈ രഹസ്യങ്ങളിലൂടെ നൽകപ്പെടുന്നു റൂഹായുടെ പ്രവർത്തനമായിട്ട്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ സഭയിലെ പ്രാരംഭ കുദാശകളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. പ്രാരംഭ കുദാശകളുടെ മാത്രമല്ല, എല്ലാ കുദാശകളുടെയും റൂഹായുടെ പ്രവർത്തനം സഭയിലൂടെ ഇന്ന് തുടരുന്നത് പന്തക്കുസ്താ ദിനം മുതൽ അവസാന ദിവസം വരെ തുടരാൻ പോകുന്നത് കുദാശകളിലൂടെയാണ്. റൂഹ പ്രവർത്തിക്കുന്നത് സഭയിലെ കുദാശകളിലൂടെയാണ്, മിശിഹ സ്ഥാപിച്ച കുദാശകളിലൂടെയാണ്. അത് അടിസ്ഥാന കുദാശകളാണല്ലോ പ്രവേശക കുദാശകൾ എന്ന് നമ്മൾ പറയുന്ന മാമോദീസായും മൂറോനഭിഷേകം എന്നറിയപ്പെടുന്ന തൈലാഭിഷേകവും പരിശുദ്ധ കുർബാനയും. അപ്പോൾ ഈ പരിശുദ്ധ കുർബാനയിൽ നൽകപ്പെടുന്ന തിരുരക്തം അന്ന് ഉടമ്പടി ഉറപ്പിക്കുവാനായി ഉപയോഗിച്ച ആ രക്തത്തിന്റെ തന്നെ സൂചനയാണ്. അന്ത്യത്താഴ്വരയിൽ ഈശോ പറഞ്ഞല്ലോ, പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു ഇതെന്ന് പറഞ്ഞാണ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ആ പരിശുദ്ധ കുർബാനയിലെ തിരുരക്തമാണ് മാമോദിസ മുങ്ങുന്ന കുഞ്ഞിന്റെ നാവിലേക്ക് തൊട്ടു നൽകുന്നത്. അപ്പോൾ മാമോദിസ മാത്രമല്ല, റൂഹ, മാമോദിസയിൽ മുഖ്യമായി നടക്കുന്നത് നമുക്ക് ഈ ദൈവത്തിന്റെ ദാനമായ റൂഹ നൽകപ്പെടുന്നു എന്നുള്ളതാണ്. ഈ റൂഹായാണ് യഥാർത്ഥത്തിൽ നമ്മെ ദൈവമക്കളാക്കുന്നത്, സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുന്നത്. പൗലോസ്ലീഹ റോമാക്കാരുടെ ലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് അറിഞ്ഞുകൂടാ. അവാച്യമായ നെടുവീർപ്പോടെ നമുക്ക് വേണ്ടി ആബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് ഈ റൂഹ തന്നെയാണെന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അപ്പോൾ മാമോദീസായും തൈലാഭിഷേകവും പരിശുദ്ധ കുർബാനയും ഒന്നിച്ചു പോകേണ്ട കുദാശകൾ തന്നെയാണ്, ഒരൊറ്റ യൂണിറ്റ് തന്നെയാണ്. എല്ലാ കുദാശകളിലും പ്രവർത്തിക്കുന്നത് ഇതേ റൂഹ തന്നെയാണ്. റൂഹ നൽകുന്നത് പുത്രൻ തമ്പുരാൻ, മിശിഹാ തമ്പുരാൻ തന്റെ സഹനമരണോത്ഥാനങ്ങളിലൂടെ നേടിയെടുത്ത ആ രക്ഷയുടെ ഫലങ്ങൾ, പാപമോചനത്തിന്റെ ഫലങ്ങൾ വിശ്വസിക്കുന്നവർക്ക്, ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക്, തൃത്വത്തിന്റെ നാമത്തിൽ മാമോദിസ മുങ്ങുന്നവർക്ക് നൽകപ്പെടുന്നത് റൂഹായിലൂടെയാണ്. റൂഹായാണ് നമ്മളെ വിശ്വാസ ജീവിതത്തിൽ നയിക്കുന്നത്. റൂഹായിൽ ജീവിക്കുന്നതാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. സ്പിരിച്വൽ ലൈഫ് എന്നാണല്ലോ പറയാറ്. ലൈഫ് ഇൻ സ്പിരിറ്റ് ആണത്. സ്പിരിറ്റ് റൂഹായാണ്.
റൂഹായിലുള്ള ജീവിതമാണ് ആത്മീയ ജീവിതം. ആധ്യാത്മിക ജീവിതം, ദൈവിക ജീവിതം, ദൈവവിചാരത്തോടെയുള്ള ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കേണ്ടത് മാമോദീസായിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇത് ദാനമായി ലഭിച്ചിട്ടുണ്ട്. തോറാ ദൈവം ദാനമായി നൽകിയതാണ്, നിയമം ദാനമായാണ് പഴയ നിയമത്തിൽ നൽകിയത്. പുതിയ നിയമത്തിൽ വിശ്വസിക്കുന്നവരായ നമുക്കെല്ലാവർക്കും പരിശുദ്ധ റൂഹായാകുന്ന ദാനം നൽകപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ജീവിക്കുന്ന ആലയങ്ങളാണ്, റൂഹായുടെ ആലയങ്ങളാണ്. റൂഹ നമ്മിൽ വസിക്കുന്നുണ്ട്. റൂഹായാണ് നമ്മെ നയിക്കുന്നത്. നമ്മുടെ മനസ്സാക്ഷിയിലൂടെ അവിടുന്ന് നമ്മോട് സംസാരിക്കുന്നുണ്ട്, തിരുവചനത്തിലൂടെ സംസാരിക്കുന്നുണ്ട്, കുദാശകളിലൂടെ സംസാരിക്കുന്നുണ്ട്. നമ്മൾ അവിടത്തേക്ക് ചെവി തുറന്നു കൊടുക്കുകയും കണ്ണു തുറക്കുകയും ചെയ്താൽ മാത്രം മതി. അവിടുന്ന് നടത്തുന്ന വഴിയെ നടന്നാൽ മാത്രം മതി. റൂഹായിൽ വിശ്വസിക്കുന്നെങ്കിൽ നമുക്ക് റൂഹായുടെ ഫലങ്ങളും നമുക്കുണ്ടാകും. സമാധാനവും സന്തോഷവും സ്നേഹവും എല്ലാം റൂഹായുടെ ഫലങ്ങളിൽ പെടുന്നതാണല്ലോ. അതുകൊണ്ടാണ് സുവിശേഷത്തിന്റെ ആരംഭത്തിൽ 20-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഈശോയെ കാണുമ്പോൾ അവരെല്ലാവരും അത്യധികം ആഹ്ലാദിക്കുകയാണ്. കാരണം അത് റൂഹായുടെ ഫലമാണ്. റൂഹ നൽകപ്പെടുന്നു. റൂഹായുടെ ഫലമാണ് ഈ സന്തോഷം. ഈ സന്തോഷം എന്ന് പറയുന്നത് സഹനമരണോത്ഥാനങ്ങളിലൂടെ ആണ് ഈ ഉത്ഥിതനായ ഈശോ പ്രത്യക്ഷപ്പെടുന്നതും സമാധാനവും സന്തോഷവും നൽകുന്നതും റൂഹായെ വാഗ്ദാനം ചെയ്യുന്നതും നമ്മൾ മറക്കരുത്. മിശിഹ നൽകുന്ന സന്തോഷം, സമാധാനം, അത് സഹനമരണോത്ഥാനങ്ങളിലൂടെ നമ്മൾ പ്രാപിക്കേണ്ട സമാധാനവും സന്തോഷവുമാണ്. ഈ ലോക ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന, സുവിശേഷാനുസൃതം ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന, ഈശോയെ അനുഗമിക്കുന്നതിന്റെ പേരിൽ ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങളിലൂടെ ഉണ്ടാകുന്ന സഹനങ്ങളും മരണം പോലും, അത് നമുക്ക് ഈശോയിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന ആത്യന്തികമായ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റേക്കുമുള്ള വഴിയാണ്. അപ്പോൾ അത് ഈ സന്തോഷവും സമാധാനവും റൂഹ പരിശുദ്ധ റൂഹായുടെ ആഗമനത്തിന്റെ, നമ്മിലേക്ക് റൂഹ വന്ന ആ മാമോദിസായിലൂടെ വന്നതിന്റെ അനുസ്മരണം, നമ്മിലുള്ള റൂഹായുടെ സാന്നിധ്യത്തെ ഒന്നുകൂടി ഉജ്ജീവിപ്പിക്കുവാനും ആ റൂഹായുടെ നിമന്ത്രണം അനുസരിച്ച് ജീവിക്കുവാനുമുള്ള നമ്മുടെ തീരുമാനത്തെ നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. റൂഹായാൽ നയിക്കപ്പെടുന്നതിന് വേണ്ടി, അങ്ങനെ ആത്മീയരായി തീരുന്നതിന്, ദൈവിക മനുഷ്യരായി തീരുന്നതിന് വേണ്ടിയുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.